ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ട്വിങ്കിൾ ആണ്. അപ്പൊ ട്വിങ്കിളിന് റീസെന്റ് ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനൊരു ഇന്റർവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കെ വന്നിരിക്കുകയാണെന്ന്. അപ്പൊ ആദ്യം ട്വിങ്കിൾ പറയൂ, എവിടെയാണ് നാട്ടില് ആക്ച്വലി? നാട്ടില് തൊടുപുഴ എന്ന് പറയും. ആ ഇടുക്കിയിലാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. ആ ജർമ്മനിയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 2 years 3 years ആവാറാവണു. ഓ, 3 വർഷമായി. ഇന്നലെ ചോദിക്കട്ടെ, ഏത് കോഴ്സ് ആയിരുന്നു, ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു ആക്ച്വലി? ഞാൻ MSc ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ഇന്റർനാഷണൽ മാനേജ്മെന്റ്. അതായിരുന്നു മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നു. ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഇവിടെ വരുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസ് എടുക്കുന്ന ഒരു കോഴ്സാണ്. അത് ഫ്രാങ്ക്ഫുർട്ടിൽ വീസ്ബാഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് EBS എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഓക്കെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ഇതുണ്ടോ, ഇത്ര ടൈമിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ? യൂഷ്വലി യെസ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടുണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ സാധാരണ അവര് എക്സാം ഒക്കെ സ്കിപ്പ് ചെയ്യാനൊക്കെ സമ്മതിക്കും. നമുക്കിപ്പോ പ്രിപ്പയർഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി. പക്ഷെ ഞങ്ങളുടെ കേസിൽ ചിലപ്പോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്റെ യൂണിവേഴ്സിറ്റിയിൽ അറ്റ്ലീസ്റ്റ് അത് അങ്ങനെയല്ല. എന്തെങ്കിലും പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ട് റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് സമ്മതിക്കുള്ളായിരുന്നു എക്സാം ഒക്കെ സ്കിപ്പ് ചെയ്യാതെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നൊക്കെ. പക്ഷെ നമുക്ക് സെമസ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റും, അങ്ങനെ ഉണ്ടായുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ എന്താണ്, ക്ലാസ് ഒക്കെ നമ്മള് പോയി തന്നെ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡൻസ് ഒക്കെ അത്യാവശ്യം കമ്പൽസറി ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോ ട്വിങ്കിൾ എന്താണ് ബാച്ചിലേഴ്സ് പഠിച്ചത്? ഇതൊരു MBA പോലെയാണോ ആക്ച്വലി? എന്റെ ഇപ്പത്തെ കോഴ്സ് MBA പോലെ, പക്ഷെ ഞാൻ ബാച്ചിലേഴ്സ് BCom ആയിരുന്നു. ഞാൻ 2019 ബാച്ച് ആയിരുന്നു. 19 to 22 ആണ് പഠിച്ചത്. എന്നിട്ട് ഞാൻ 1 year വർക്ക് ചെയ്തു, HR ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു നാട്ടിൽ തന്നെ. എന്നിട്ട് പിന്നെ 2023 ഓഗസ്റ്റില് ഞാൻ ഇവിടെ വന്നു. അപ്പൊ വിന്റർ ഇൻടേക്കില് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട്. ഓക്കേ, അപ്പൊ ഡിഫൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എപ്പോഴാണ് കൊടുത്തത്? വെൻ ഡിഡ് യു കംപ്ലീറ്റ് യുവർ കോഴ്സ്? എന്റെ കോഴ്സ് കഴിഞ്ഞത് ജൂലൈ 31 അതായത് എന്റെ കോഴ്സ് അവർ ഡിസൈൻ ചെയ്ത രീതി എന്ന് പറഞ്ഞാല് ലാസ്റ്റ് 6 months, അതായത് 4 സെമസ്റ്റർ ആയിരുന്നു മൊത്തം. അതിന്റെ അകത്ത് അവസാനത്തെ സെമസ്റ്റർ എനിക്ക് മാൻഡേറ്ററി ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് മാൻഡേറ്ററി ആയിരുന്നു, അത് ഇന്റേൺഷിപ്പ് സെമസ്റ്റർ ആയിരുന്നു. അപ്പോ ആ സമയത്ത് ഞാൻ ഡിഫൻസ് ചെയ്തത് ഡിസംബറിലാണ്. അത് ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും കേൾക്കുമ്പോ, കാരണം എനിക്ക് ആക്ച്വലി 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഐദർ എന്റെ 3rd സെമസ്റ്ററിൽ അല്ലെങ്കിൽ 4th സെമസ്റ്ററിൽ എനിക്ക് എന്റെ മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ മിക്ക സ്റ്റുഡൻസും ലാസ്റ്റ് സെമസ്റ്ററിലാണ് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് തീർക്കാനായിട്ട് അവര് ട്രൈ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് എന്തോ ലക്കിന് 3rd സെമസ്റ്ററിൽ തന്നെ ഇന്റേൺഷിപ്പ് കിട്ടി. ഞാൻ 3rd സെമസ്റ്ററിൽ തന്നെ തീർത്തു. അത് കഴിഞ്ഞ് എനിക്ക് കമ്പനി തന്നെ വർക്കിംഗ് സ്റ്റുഡന്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. അപ്പൊ എനിക്ക് 1 year ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. കിയോൺ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ പ്രൊജക്റ്റും തീസിസും കംപ്ലീറ്റ് ചെയ്തത്. ഡിസംബറിലായിരുന്നു എന്റെ ഡിഫൻസ് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 6 months കിയോണിൽ തന്നെ വർക്ക് ചെയ്തു. അങ്ങനെ ജൂലൈയില് എന്റെ പഠിത്തം കഴിഞ്ഞു. ഞാൻ ഓഗസ്റ്റില് ഗ്രാജുവേഷൻ ആയിരുന്നു. ഓഗസ്റ്റിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തീസിസ് എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചെയ്യണം, അത് കമ്പനിയിൽ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലല്ലോ? കമ്പനി ചെയ്യാമായിരുന്നു വേണമെങ്കിൽ, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാനാണ് ചൂസ് ചെയ്തത്. ഞാൻ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ. യെസ്. ഓക്കെ, സൂപ്പർ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ജർമ്മൻ ലെവൽ എങ്ങനെയുണ്ട് ആക്ച്വലി? വെരി പുവർ. A1.1 ഇപ്പോഴും. എനിക്ക് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയുക, എനിക്കൊരു പുഷ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു നെസസിറ്റി ഉണ്ടായില്ല. അത് ശരിക്കും പറഞ്ഞ അതത്ര നല്ലതല്ല. അപ്പൊ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഒരു പ്രോ ടിപ്പായിട്ട് പറയാനുള്ളത്, ജർമ്മൻ മാക്സിമം പഠിച്ചിട്ട് വരിക. അതാണെങ്കിൽ എല്ലാം കൊണ്ടും ലൈക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ നാട്ടില് മലയാളം അറിയാവുന്നവർക്കായിരിക്കുമല്ലോ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ജർമ്മൻ അറിയാവുന്നവർക്കായിരിക്കും ഒരു പ്രയോറിറ്റി കൊടുക്കണേ. ഇല്ല, എന്റെ പഠിത്തവും ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. ജോലിയും ഒരു ഇന്റർനാഷണൽ കമ്പനി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് മാത്രം മതിയായിരുന്നു. സോ എനിക്ക് ജർമ്മൻ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തില്ല അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ക്വസ്റ്റ്യനിൽ കിടക്കാം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജോലി, ആ ജോബ് ഹണ്ടിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എത്ര ടൈം എടുത്തു ജോബ് ലാൻഡ് ചെയ്യാൻ?
പിന്നെ വെരി പൊതുവെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോ എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ? അങ്ങനെ വല്ലതും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു പബ്ലിക് കമ്പയർ ചെയ്യുമ്പോ അങ്ങനെ വല്ലതും തോന്നിയായിരുന്നോ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ജോബ് ഹണ്ട് ബേസിക്കലി. ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ലാത്ത കാരണം. പിന്നെ എന്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞാല് അത്യാവശ്യം മീൻസ് ജനറൽ ആയിട്ടൊരു ഐഡിയ ആണ്. നമ്മളായിരിക്കും കൂടുതൽ ഇൻപുട്ട് കൊടുക്കണ്ടേ. പ്രൊഫസേഴ്സിന്റെ കയ്യിൽ നിന്ന് അത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടില്ല. സ്പൂൺ ഫീഡിങ് അല്ല, നമ്മൾ തന്നെ വേണം എല്ലാം ചെയ്യാൻ. നാട്ടിലത്തേനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു രീതിയാണ് പഠിപ്പിക്കേണ്ട രീതിയൊക്കെ. അപ്പോ എന്താ പറയണേ, ഞങ്ങക്ക് ഡിസഡ്വാൻറ്റേജ് എന്റെ ഒരു എനിക്ക് തോന്നിയ ഒരു രീതി എന്ന് പറഞ്ഞാല് അവർ ജോലിയുടെ കാര്യത്തിലൊന്നും അത്ര സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവരിങ്ങനെ പറയും CV ഒക്കെ അവര് എന്താ പറയണേ കുറച്ചുകൂടെ ജർമ്മൻ ഫോർമാറ്റിലാക്കാനുള്ള ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഒരു ജോലിയിലേക്ക് എത്തേണ്ടത് കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മുടെ ഹാർഡ് വർക്കാണ്. അപ്പൊ ഇനി ജോബ് ഹണ്ട് ഫേസ് പറയുകയാണെങ്കിൽ വളരെ എക്സോസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫേസ് ആയിരിക്കും. നമ്മൾ എത്രമാത്രം ട്രൈ ചെയ്യണോ അത്രയും അങ്ങനെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ഒബ്വിയസ്ലി ചില ആൾക്കാരുണ്ട്, ചിലർക്ക് ഒരു 4 ആപ്ലിക്കേഷൻ അയക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഇന്റർവ്യൂ കിട്ടും, ചിലപ്പോൾ ജോബ് ഓഫർ കിട്ടും. ബട്ട് ഐ തിങ്ക് മെജോറിറ്റി നമ്പർ ഓഫ് പീപ്പിൾ അതല്ലാത്ത രീതിയായിരിക്കും, ഓപ്പോസിറ്റ് രീതിയിലുള്ളവരായിരിക്കും. ഒരു 500 ആപ്ലിക്കേഷൻ, 500 ആപ്ലിക്കേഷൻ അയച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ലക്ക് ഉണ്ടെങ്കിൽ ഒരു എന്താ പറയണേ ഒരു 5 അല്ലെങ്കിൽ 4 ഇന്റർവ്യൂ കോൾ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ ജോലി കിട്ടിയ അങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് വി ട്രൈ. ഒബ്വിയസ്ലി ഇറ്റ്സ് ഗോണ ഫീൽ സോ മച്ച് എക്സോസ്റ്റിംഗ്, ബട്ട് നെവർ ഗീവ് അപ്പ്, അത് മാത്രമേ പറയാനുള്ളൂ. ബിക്കോസ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്, അവരുടെ വിസ പീരിയഡ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ല. എന്നിട്ട് വിസ ഓഫീസിൽ പോയി അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് 1 മന്തും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത്, എന്നിട്ടും ജോലി കിട്ടിയില്ലെങ്കിൽ ഡീപോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അവര് ട്രൈ ചെയ്യലും നിർത്തിയില്ല. എന്നിട്ട് വിസ തീർന്നതിന് ഒരു 1 വീക്ക് ഒക്കെ മുന്നേ ജോലി കിട്ടിയവരെ എനിക്കറിയാം. അപ്പൊ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് കീപ് അപ്ലൈയിങ്, അത് മാത്രം പറയാനുള്ളൂ. നല്ല എക്സോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ആ ആപ്ലിക്കേഷന്റെ ഒരു ദിവസം എത്ര, ഇതൊക്കെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എത്ര ആപ്ലിക്കേഷൻസ് ഡെയിലി ഇടുമായിരുന്നു? ഞാന് പറ്റണ പോലെ ട്രൈ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു എക്സാക്ട് നമ്പർ പറയാനായിട്ടില്ല, കാരണം നമ്മളെല്ലാം നോക്കണമല്ലോ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്, എസ്പെഷ്യലി ഇഫ് യു നോ ജർമ്മൻ. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാനൊരു 10 to 20 ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു ദിവസം അയക്കാൻ ട്രൈ ചെയ്യും. ചിലപ്പോ അത് അയക്കാൻ പറ്റാറില്ല, കാരണം നമുക്ക് കാണണമല്ലോ, ഓപ്പർച്യൂണിറ്റീസ് കാണണമല്ലോ. ഇഫ് യു നോ ജർമ്മൻ, ഓഫ് കോഴ്സ് ദേർസ് എ ലോട്ട് ഓഫ് പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദെയർ. ബട്ട് അതൊരു ലിമിറ്റ് ആയിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമാണ് അറിയുമെങ്കിൽ കുറച്ച് ലിമിറ്റ് കാണും. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ സ്കിൽസ് ഒക്കെ നോക്കി റെസ്യൂമെ ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ straight answer to the question, ഒരു 10 to 20 applications okay daily apply ചെയ്യാം. Talking about CV, ഈ CV ഓരോരോ ആപ്ലിക്കേഷനും ടൈലർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അതാണ് 2 ക്വസ്റ്റ്യൻ. അത് നല്ലത് കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നല്ലതാണ്, കുറച്ചുകൂടെ ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷെ എന്റെ കേസിൽ എനിക്ക് ഇത്തിരി മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ CV കോമൺ ആയിട്ട് ഒരു ഫോർമാറ്റിൽ തന്നെ അയച്ചു. പക്ഷെ കവർ ലെറ്റർ ഞാൻ എല്ലാത്തിനും ഡിഫറെന്റ് ആക്കി അയച്ചു. കവർ ലെറ്റർ എപ്പോഴും ഞാൻ മാറ്റി ഇന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അത് ടൈലർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ കവർ ലെറ്റർ അവർ മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞാലും യു മാക്സിമം ട്രൈ ടു അറ്റാച്ച് ഇറ്റ്, ബിക്കോസ് ജർമ്മൻസ് ലവ് ദാറ്റ്. സോ അതൊന്ന് ശ്രദ്ധിക്കുകയാണ് നല്ലതായിരിക്കും. അപ്പൊ കവർ ലെറ്റർ എല്ലാത്തിനും അറ്റാച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അത് എന്റെ ആക്ച്വലി ഞാൻ കൊടുക്കുന്ന അഡ്വൈസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഞാൻ കവർ ലെറ്റർ അങ്ങനെ ഞാൻ പേഴ്സണലി ഞാൻ പറയുകയും ചെയ്തു ഇതൊരു കറക്റ്റ് ആയിരുന്നില്ല എന്ന്. ഇതിപ്പോ ആക്ച്വലി എന്റെ സീരീസിൽ 2ാമത്തെ ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ആളും പറഞ്ഞു കവർ ലെറ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പോ ഓഡിയൻസ്, കവർ ലെറ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ടൈലർ ചെയ്യാ അല്ലെ, കവർ ലെറ്റർ ടൈലർ ചെയ്യാ ഓരോരോ ആപ്ലിക്കേഷനും. ആൻഡ് പിന്നെ എനിക്ക് തോന്നുന്നു ട്വിങ്കിളിനുള്ള ഒരു അഡ്വാൻറ്റേജ്, ഐ മീൻ ഒരു നല്ല അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത് നല്ലൊരു ബൂസ്റ്റ് ആയി തോന്നുന്നുണ്ടോ ഈ ഒരു? അതുകൊണ്ടാണ് ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഐ ended up in a job like recently. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അപ്പൊ മാക്സിമം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്റേൺഷിപ്സിനും വർക്കിംഗ് എക്സ്പീരിയൻസിനും ഒക്കെ അപ്ലൈ ചെയ്യുക.
അത് അവര് ശരിക്കും കൗണ്ട് ചെയ്യും. പിന്നെ ഒബ്വിയസ്ലി പാർട്ട് ടൈം ആയിരിക്കും കിട്ടാൻ കുറച്ചുകൂടെ ഈസി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ട്രൈ ടു അപ്ലൈ മാക്സിമം ഓൺ ലിങ്ക്ഡിൻ. അപ്പൊ നമുക്ക് റെസ്യൂമേല് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോബ്സ് നമുക്ക് അപ്പൊ സെക്യൂർ ചെയ്യാൻ പറ്റും. അത് ഈസി ആക്കും പിന്നീട് നമ്മുടെ പഠിത്തമൊക്കെ കഴിയുമ്പോ ജോലി കിട്ടാനൊക്കെ. ട്വിങ്കിൾ പറഞ്ഞു നാട്ടിൽ ഒരു കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് കൗണ്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ടോ ഇവിടെ? അതും റെസ്യൂമില് അല്ല, അത് ഇറ്റ് വാസ് നോട്ട് റെലവെന്റ് എന്ന് തോന്നുന്നുണ്ടോ? ഇറ്റ് ഇസ് നോട്ട് റെലവെന്റ് എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അറ്റ്ലീസ്റ്റ് 1-2 ഇന്റർവ്യൂ എങ്കിലും കിട്ടുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരു കാരണമായില്ലോ. പിന്നെ എന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഞാൻ HR-ലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് നാട്ടില്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ HR-ൽ ഒരു പൊസിഷൻ സെക്യൂർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ HR-ൽ മോസ്റ്റ്ലി ജർമ്മൻ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതില്ലാത്തത് കാരണം എനിക്ക് അത് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവരിങ്ങനെ ചോദിച്ചു എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പൊ എനിക്ക് ഇത് പറയാൻ പറ്റി. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ഒരു കേക്ക് കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ എന്റെ നാട്ടിൽ വെച്ച് എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓൺടർപ്രണർഷിപ്പ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതെന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടാനും ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ജോലി കിട്ടാനും ഈ ട്രെയിനിഷിപ്പ് കിട്ടാനും അതെന്നെ ഹെൽപ്പ് ചെയ്തു. അതെനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിസ്സാരാക്കരുത്. CV-യിൽ എഴുതിക്കൊള്ളുക, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊക്കെ അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഓൺടർപ്രണർഷിപ്പ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ട്വിങ്കിൾ പറഞ്ഞു ഇവർ കോഴ്സ് ചെയ്തു MBA പോലെയാണ്. അപ്പൊ ഈ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ട്വിങ്കിളിന് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്തിലാണ് ഞാൻ ചെയ്യാൻ പോണ, അല്ല ഏകദേശം എല്ലാം ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഇപ്പൊ HR ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ബട്ട് അത് കൂടാതെ എന്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരുന്നു? എല്ലാത്തിലും എല്ലാ പൊസിഷനും അപ്ലൈ ചെയ്യായിരുന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് എനിക്ക് HR-ലായിരുന്നു ഞാൻ തുടക്ക സമയത്ത് ഒത്തിരി ട്രൈ ചെയ്തിരുന്നത്. അത് മാത്രം നോക്കി ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു റിസൾട്ട് കിട്ടില്ല എന്നൊരു തോന്നൽ വന്നപ്പോ ഞാൻ പിന്നെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചു. എല്ലാത്തിനും ഇരുന്നങ്ങ് അപ്ലൈ ചെയ്തു. കാരണം അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോഴ്സിന് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലോജിസ്റ്റിക്സ് ആണെങ്കിലും HR ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്സിന് അപ്ലൈ ചെയ്യാൻ, ഫിനാൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ, എല്ലാത്തിനും നമ്മൾ ലിങ്ക്ഡിൻ നോക്കുമ്പോൾ അവർ പറയും റിക്വയർമെന്റ്സിൽ മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്. അത് എല്ലാ ജോലിക്കും ഒരു റിക്വയർമെന്റ് ആയിട്ട് വെക്കും. സോ വി ഗെറ്റ് പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു അറ്റ്ലീസ്റ്റ് അപ്ലൈ, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഇതല്ലാത്തത് കാരണം. അപ്പൊ അതൊരു വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പോ എന്താ പറഞ്ഞ, എനിക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് കിട്ടിയത് പ്രൊജക്ട് മാനേജ്മെന്റിലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കിട്ടിയത്, വർക്കിംഗ് സ്റ്റുഡന്റ് ആയിട്ടും അത് തന്നെ ചെയ്തേ. സോ അതിനനുസരിച്ചുള്ളത് ഞാൻ നോക്കി അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ എന്താ പറയുക, ഇന്റർനാഷണൽ ബിസിനസ് എന്നൊരു കീവേഡ് കണ്ടാൽ ഞാൻ അതിനെല്ലാത്തിനും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നീട് ഇങ്ങനെ പോകുന്തോറും കൊറേ എന്നെ ഒത്തിരി ഇത് കിട്ടിയിട്ടുണ്ട്, എന്താ പറയണ, ഒത്തിരി റിജക്ഷൻസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ യു കീപ് ട്രൈയിങ്, എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. ഒരെണ്ണം സ്പെസിഫൈ ആയി ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകത്തേ ഉള്ളൂ. അപ്പോ കാണുന്ന നല്ലതിനൊക്കെ അങ്ങ് അപ്ലൈ ചെയ്തോളാം. പിന്നെ ഈ CV എന്ന് പറയുമ്പോൾ ജർമ്മൻ CV ആയിരുന്നോ അല്ല ഇംഗ്ലീഷ് CV ആയിരുന്നോ? 1 പേജ് CV ആണോ? അതിൽ കുറെ ഡിസ്കഷൻസ് ഉണ്ട്. 1 പേജ് ആണോ, 2 കോളം ആണോ, എങ്ങനത്തെ ടൈപ്പ് ഓഫ് CV ആയിരുന്നു ആക്ച്വലി? എന്റെ 1 പേജർ CV ആയിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ല ഇപ്പൊ 2 പേജർ ആണെങ്കിൽ എന്ത് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ എന്റെ 1 പേജർ CV ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒത്തിരി പേജസ് റീഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് മെയിൻ പോയിന്റ്സ് സ്പെസിഫൈ ചെയ്യുക, നമ്മുടെ സ്റ്റഡീസ് സ്പെസിഫൈ ചെയ്യുക, സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അത് താഴെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടുക. അപ്പോ ജർമ്മൻ രീതിയിലുള്ള അത് നമുക്ക് ഓൺലൈനിൽ ഒത്തിരി അവൈലബിൾ ആയിട്ട് കിട്ടുമായിരിക്കും. ആ ടെംപ്ലേറ്റിലുള്ള CV നിങ്ങൾ മാക്സിമം ഡ്രാഫ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ജർമ്മനിലല്ല, ഇംഗ്ലീഷിലായിരുന്നു എന്റെ CV. ഇഫ് ഇൻ കേസ് ജർമ്മനിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണുവാണെങ്കിൽ മേ ബി ജർമ്മനിലാക്കിയിട്ട് അയച്ചാലും നല്ലതായിരിക്കും. പക്ഷെ ജർമ്മനിൽ യൂഷ്വലി ഇങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് അവര് ജർമ്മൻ റിക്വയറിംഗ് ആയിരിക്കും. അതായിരിക്കണം യൂഷ്വലി അതിന്റെ രീതി. അപ്പൊ ജർമ്മൻ അറിയാമെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്നതിന് അപ്ലൈ ചെയ്യുമായിരിക്കും കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ. അപ്പൊ ട്വിങ്കിളിന് ഏകദേശം എത്ര ടൈം എടുത്തു ലൈക്ക് ജോലി കിട്ടാൻ ആൻഡ് ജോബ് ഹണ്ട് ബേസിക്കലി? ആ ഒരു ടൈം എത്ര ടൈം എടുത്തു? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയാം, എന്റെ പഠിത്തം കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് 18 months ജോബ് സീക്കിംഗ് വിസ കിട്ടും. അപ്പോ എന്റെ ജോബ് സീക്കിങ്ങിലേക്ക് ഞാൻ ആയത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് തൊട്ട് എനിക്ക് ഫെബ്രുവരി 2027 വരെ സമയം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 2025 തൊട്ട് ഫെബ്രുവരി 2027 വരെ. എനിക്കിപ്പോ എത്ര സമയം എടുത്തു? ഒരു 5 to 6 months എടുത്തു ഇപ്പൊ സെക്യൂർ ചെയ്യാനായിട്ട്. അത്ര എളുപ്പമായിരുന്നില്ല. ഇപ്പൊ വേറെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ ഓക്കെ പഠിത്തം കഴിഞ്ഞു 5 മാസത്തിൽ ജോലി കിട്ടി, വലിയ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ അതിന്റെ പുറകിലും ഒത്തിരി സ്ട്രഗിൾ ഉണ്ട്. നമ്മൾ അത്രയും അപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ഒത്തു വരണം എന്നൊക്കെ മലയാളത്തിൽ നമ്മളിങ്ങനെ പറയില്ലേ. ഞാൻ ഇതേ സാധനമാണ് ആക്ച്വലി ഉപയോഗിച്ചത്. ഞാൻ എന്റെ ഇത് പറയുമ്പോ എല്ലാം സമയം ഒത്തു വരണം എന്നുള്ള ആ ഒരു സാധനം. അതിന് വേറെ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല അതിന് ആക്ച്വലി. പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 1000-ഓളം ആപ്ലിക്കേഷൻസ് അവർക്ക് കിട്ടും. അതിന്റെ അകത്ത് പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ഇന്റർവ്യൂ, പിന്നെ സെക്കൻഡ് സ്റ്റേജ് ഇന്റർവ്യൂ, പിന്നെ അസസ്മെന്റ്, അതെല്ലാം കഴിഞ്ഞ് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ ട്രൈ ചെയ്തോണ്ടിരിക്കും, ആരും ഇങ്ങോട്ടേക്ക് വരില്ല ജോലി വേണോന്ന് ചോദിച്ച്. വി ഹാവ് ടു ഡു അവർ പാർട്ട്, ബാക്കിയെല്ലാം അങ്ങ് പ്രാർത്ഥിച്ചോളാം, കിട്ടും. ഈ ഒരു 5 മാസത്തില്, അതായത് എല്ലാവർക്കും ഇങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു ഈ 5 മാസത്തില് ഇപ്പൊ CV അല്ലെങ്കിൽ ഞാൻ എന്റെ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ഞാൻ മാറ്റി, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം മാറ്റിയപ്പോ എനിക്ക് കൂടുതൽ ഇന്റർവ്യൂസ് കിട്ടാൻ തുടങ്ങി, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ ട്വിങ്കിളിന്? ഞാൻ ഇനീഷ്യലി ഇങ്ങനെ ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നു, അതുകൊണ്ടാവാം, ലൈക്ക് നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല ഇതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയെന്നോ ഈ CV കൊണ്ടാണ് എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ബട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നോ? അല്ല ഇറ്റ് വാസ് ലൈക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ആയിരുന്നു ഒരു ടൈം? ഞാൻ മനസ്സിലായി. ആക്ച്വലി എനിക്ക് അങ്ങനെ എപ്പോഴും മാറ്റേണ്ട വന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്കായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു CV ഫോർമാറ്റിൽ അപ്ലൈ ചെയ്തു, ഇപ്പൊ ഒരു 100 എണ്ണത്തിന് അപ്ലൈ ചെയ്തിട്ടും ഒരെണ്ണത്തിന് പോലും ഇന്റർവ്യൂ കിട്ടുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് സം ഇഷ്യൂ വിത്ത് ദ CV ഓർ ദ കവർ ലെറ്റർ ഓർ ദ വേ വി ആർ അപ്ലൈങ്. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്കൊരു 2-3 എങ്കിലും ഇന്റർവ്യൂ കോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് നമുക്കങ്ങ് ഇത് ചെയ്യാൻ പറ്റും, ആന്റിസിപ്പേറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ 100 എണ്ണത്തിന് അപ്ലൈ ചെയ്താലും CV-യും എല്ലാം അടിപൊളിയാണെങ്കിലും നമുക്ക് ഇന്റർവ്യൂ കോൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഒത്തിരി പിള്ളേരുണ്ട് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഇറ്റ് ബി ഗുഡ് ഇഫ് യു ചെക്ക് ഇറ്റ് വൺസ് അഗൈൻ. കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ പറയാൻ. അത് ഒരു അടിപൊളി പോയിന്റ് ആണ്. ഞാനും ഇതേ പോയിന്റ് പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ എന്റെ സ്ട്രാറ്റജി ഓൾമോസ്റ്റ് സെയിം ആണ്. എന്റെ അപ്ലിക്കേഷൻ അല്ല, ഞാൻ പറയും ഒരു 1 month 4 weeks നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂവും കിട്ടിയില്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക CV. അതാണ് സ്ട്രാറ്റജി, എന്റെ സ്ട്രാറ്റജി ആയിരുന്നത്. ഏകദേശം അത് തന്നെയാണെന്ന് ഞാൻ പറയണം. അത് അടിപൊളി നല്ലൊരു പോയിന്റ് ആണ് അത് ആക്ച്വലി. ആൻഡ് ഇപ്പോ എന്ത് പ്രോഗ്രാമാണ്, ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് ജോബ് ആണ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു DHL-ലാണ്, ബോണിലാണ് ട്രെയിനിഷിപ്പ് ഓഫർ കിട്ടിയത്. അതൊരു 18 months പ്രോഗ്രാം ആണ്. നമുക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ജോലി ചെയ്യാൻ പറ്റും. അതിങ്ങനെ ഓരോ ഫേസ് ആയിട്ട് 3 months വെച്ച് അതെങ്ങനെയാണ് ചോയ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്തിട്ട് 18 months കഴിയുമ്പോൾ നമ്മൾ ഏതിലാണോ കോൺഫിഡന്റ്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അത് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫുൾ ടൈം ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് എന്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ ജോലി തുടങ്ങി കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ട്രെയിനിഷിപ്പ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് തോന്നുന്നു. ഞാൻ കുറെ കണ്ടു. അപ്പോ കാണുന്ന ഓഡിയൻസ് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ട്രെയിനിഷിപ്സ് ഇതേപോലെ കുറെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ, അല്ലെ? കമ്പനീസ് ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്, ഈ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി. അവര് നമ്മളിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണ്, നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്ത് എന്താ പറയുക, കുറച്ച് എക്സ്പെർട്സ് ആക്കിയിട്ട് അവര് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ അപ്പോയിന്റ് ചെയ്യും. ആ ഒരു രീതിയാണ്. ഗ്രാജുവേറ്റ്ഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രെയിനിഷിപ്പ് എന്ന് പറയാം. കൂടുതലും ഈ റീസെന്റ് ഗ്രാജുവേറ്റ്സിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രോഗ്രാമാണ്.
അപ്പൊ ഗ്രാജുവേറ്റ്സ് ഒക്കെ അതിനൊന്ന് ട്രൈ ചെയ്യണത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കിട്ടാനായിട്ട്. പക്ഷെ അതിനനുസരിച്ച് കോമ്പറ്റീഷനും ഉണ്ടാവും ഒബ്വിയസ്ലി. സോ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ തോന്നുന്നു കേസിലാണെങ്കിൽ ഇതിന്റെ ടെക്നിക്ക് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് പോലെ ഉണ്ടാവും അല്ലെ? അത് ക്ലിയർ ചെയ്ത നല്ല അങ്ങനെ 2-3 റൗണ്ട്. ട്രൈ ചെയ്യുക. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർവ്യൂ കിട്ടാനെങ്കിലും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ട്രെയിനിഷിപ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്പോ കഴിഞ്ഞ് ബാക്കി നമ്മുടെ പ്രൊഫഷനൊക്കെ ഇരിക്കും. ഈ ഇന്റർവ്യൂ പറയുമ്പോ ഏകദേശം എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ലൈക്ക് അങ്ങനെയല്ല, കറക്റ്റ് എമൗണ്ട് അല്ല, ഇപ്പൊ കുറെ ഇന്റർവ്യൂ കിട്ടുന്നുണ്ടായിരുന്നോ അല്ല ഇന്റർവ്യൂ റെയർ ആയിരുന്നോ, എങ്ങനെയായിരുന്നു ആക്ച്വലി? എനിക്ക് ഇന്റർവ്യൂസും റെയർ ആയിരുന്നു. ഞാനൊരു എന്താ പറയണേ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2, 3 ഒരു 5 മാക്സിമം അത്ര ഇന്റർവ്യൂസ് ഞാൻ മൊത്തം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് പക്ഷെ ആപ്ലിക്കേഷൻ അയച്ചത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ 5 ഇന്റർവ്യൂസ് കിട്ടിയതിൽ ഫസ്റ്റ് ജോലി എനിക്ക് കിട്ടി. കിയോണിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എനിക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 എണ്ണം അറ്റൻഡ് ചെയ്തത് എനിക്ക് സ്പെസിഫൈ ചെയ്യാനാണെങ്കിൽ ഡോയ്ച്ച് ബോയ്സയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ വേറെ ഒരു കമ്പനിയിലും കൂടെ അറ്റൻഡ് ചെയ്തായിരുന്നു, അതും കിട്ടിയില്ല. അത് പക്ഷെ ആ സമയത്ത് എനിക്ക് അവർ വർക്കിംഗ് സ്റ്റുഡന്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ പിന്നെ എനിക്ക് ഡോയ്ച്ച് ബാങ്കിന്റെയും ട്രെയിനിഷിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്തും ഒരു സ്റ്റെപ്പാണ് ഈ വെർച്വൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതി കാണിക്കും, നമ്മൾ അതിന് ആൻസർ പറയണം. അതും എനിക്ക് നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു, അതും കിട്ടിയില്ല. അറിയണം, കാരണം ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ സ്ട്രഗിൾ അതിനാണ് ഞാൻ പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ DHL കിട്ടി. DHL പക്ഷെ അങ്ങനെ വെർച്വൽ ഇന്റർവ്യൂ അല്ലായിരുന്നു, HR ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ലൈവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണ്, ഒരാളുടെ അടുത്ത് മിണ്ടുമ്പോ അതാണ് എനിക്ക് ഇത്രയും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ഓരോ കമ്പനി എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് അതനുസരിച്ചിരിക്കും. പിന്നെ എന്താ, അതിന്റെ അകത്തുനിന്ന് ഒരു കുറെ പേരെ സ്ക്രീൻ ചെയ്ത് ടെലിഫോൺ ഇന്റർവ്യൂ, അതിന്റെ അകത്ത് കുറെ പേരെ സ്ക്രീൻ ചെയ്ത് പിന്നെ അസസ്മെന്റ് സെന്റർ കാണും, അതിന്റെ അകത്ത് അവർ ഒരാളെ എടുക്കുള്ളൂ. ആ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ. അപ്പൊ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ട്രൈ യുവർ ബെസ്റ്റ്, അത്രേ പറയാനുള്ളൂ. അത് നല്ലൊരു പോയിന്റ് ആണ് ആക്ച്വലി. ആൻഡ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ ജർമ്മനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, ജർമ്മൻ പഠിക്കാൻ. അപ്പൊ ഈ ഇന്റർവ്യൂയുടെ ടൈമിൽ അവർ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം ജർമ്മൻ അറിയാം? ഓൾദോ ഒരു ഇംഗ്ലീഷ് നമുക്കറിയാലോ, DHL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ. അപ്പൊ അങ്ങനെ വല്ലതും ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എത്ര ജർമ്മൻ അറിയാന്നോ അങ്ങനെ വല്ലതും? ഭാഗ്യത്തിൽ അങ്ങനെയൊന്നും ചോദിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ 50% ഇംഗ്ലീഷ് 50% ജർമ്മൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, ഞാൻ അങ്ങ് അപ്ലൈ ചെയ്തു. ബിക്കോസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ നമുക്ക് ഒരു തോന്നല് വന്നു ഇംഗ്ലീഷ് മതിയായിരിക്കും. പിന്നെ എല്ലാം ഇന്റർവ്യൂ ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. ജർമ്മനെ കുറിച്ച് അവർ മെൻഷൻ ചെയ്തു പോലും ഇല്ല, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പോ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉള്ളവര് മാക്സിമം ഇന്റർനാഷണൽ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ല, ഇപ്പൊ ഈ ഇന്റർനാഷണൽ കമ്പനീസ് ആയാൽ കൂടി ഇപ്പോ നമ്മൾ ജർമ്മനിയിൽ ഉണ്ടെങ്കിൽ ദേ പ്രിഫർ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ജർമ്മൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാൻ കാരണം. അവർ പ്രിഫർ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ടാസ്കും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മിങ്കിൾ ചെയ്യാൻ പോകുന്ന ആൾക്കാര് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയാണ് അവർ നോക്കുന്നത് മെയിൻ ആയിട്ട്. ഇംഗ്ലീഷ് മതി നമ്മുടെ ജോബ് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്നാണെങ്കിൽ അവരങ്ങനെ നിർബന്ധിക്കില്ല ജർമ്മൻ വേണമെന്നൊന്നും. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് കുറച്ചും കൂടെ സോഷ്യൽ ആവണം, കുറച്ചും കൂടെ നെറ്റ്വർക്കിംഗ് ഒക്കെ സ്ട്രോങ്ങർ ആക്കണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുന്നതായിരിക്കുമല്ലോ അവർക്കും കുറച്ചും കൂടെ താല്പര്യം. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ജർമ്മൻ അറിയാവുന്നത് എന്തുകൊണ്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ലാസ്റ്റ്ലി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഓബ്വിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്വിങ്കിളിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ബി ഉണ്ടായിരുന്നോ? ഈ ഒരു വർക്ക് വിസ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അത് ആദ്യം തന്നെ ഓടും. അപ്പൊ ട്വിങ്കിളുടെ മനസ്സിൽ എന്തായിരുന്നു? വാട്ട് വുഡ് യു ഹാവ് ഡൺ? ലൈക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല? ഒത്തിരി ആലോചിച്ചിട്ടില്ല. അത് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ കൂടും എന്നുള്ള ഒരു ചിന്ത ആയത് കാരണം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞാനിങ്ങനെ എന്താ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഞാനായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യാറുണ്ട്. ജസ്റ്റ് ലോയറിനെ വല്ലതും കണ്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ കാണുമോ എന്നൊക്കെ ഞാനായിട്ടൊന്ന് ചിന്തിച്ചു. ഐ ഡോണ്ട് നോ ദി ലീഗൽ സൈഡ് ഓഫ് ഇറ്റ്, ബട്ട് യെസ് ഐ തോട്ട് അബൌട്ട് ദിസ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ പിന്നെന്താ പറയണേ, ഒന്നും ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് പോവാ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി നാട്ടിൽ ട്രൈ നോക്കാം. അല്ലാണ്ട് ഞാനങ്ങനെ
ഒത്തിരി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായില്ല. കാരണം എന്റെ മൈൻഡിൽ എപ്പോഴും അത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചത് മേ ബി ഒരു 1 year കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യാന്ന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ആദ്യം ആക്ച്വലി. സോ അത് ശരിയാണ്, ട്വിങ്കിൾ പറഞ്ഞ പോലെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് മോർ ടെൻഷൻ കൂട്ടുള്ളൂ. ബട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. അതിൽ ഒത്തിരി ഉണ്ട്, നമ്മളിപ്പോ ലിങ്ക്ഡിൻ തുറന്നാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് കിട്ടും ഉറപ്പായിട്ടും. പക്ഷെ എത്ര സമയം എടുക്കുന്നുള്ളത് കുറച്ച് അൺസർട്ടൈൻ ആണ്. അത് നമ്മൾ കുറച്ച് ഹോപ്പ് ബിൽഡ് ചെയ്ത് അപ്ലൈ ചെയ്തോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ പറയാൻ. ട്വിങ്കിൾ പറഞ്ഞ ഈ ഒരു സാധനം ഭയങ്കര നമ്മുടെ ഓഡിയൻസിന് ഭയങ്കര ഹോപ്പ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അതായത് പറഞ്ഞു ആരോ കൂട്ടുകാരന്മാർ ഇതേപോലെ ലാസ്റ്റ് പോയി എക്സ്റ്റൻഷൻ ചെയ്ത് 1 മാസം വാങ്ങിച്ച് അതില് ജോലി 1 വീക്കിന് മുമ്പ്. അപ്പോ പറയുന്ന എല്ലാരും ക്വിറ്റ് ചെയ്യരുത്, മാക്സിമം ലാസ്റ്റ് വരെ അപ്ലൈ ചെയ്യുക അല്ലെ. പിന്നെ ഓഡിയൻസ് അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഫൈനലി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോ വിസ കഴിയുന്ന ടെൻഷനുള്ള ആൾക്കാർ, ഇപ്പൊ ഗ്രാജുവേറ്റ് ആയ ആൾക്കാര്, എന്താ പറയുന്നത്? അത് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാന്ന് മാത്രമല്ല, യു ഗോട്ട് ദിസ് എന്നങ്ങ് വിചാരിക്കുക. സ്വന്തമായിട്ട് നിങ്ങക്ക് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്ന് തന്നെ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. കാരണം നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആയിട്ടൊരു രീതിയിൽ ഇരിക്കുമ്പോ അതിന് ലോൺലി ആയിട്ടിരുന്ന അതിന് പിന്നെയും അതങ്ങോട്ട് വേഴ്സ് ആക്കത്തേ ഉള്ളൂ. അപ്പൊ മാക്സിമം എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. Just make yourself happy, do whatever that makes you happy. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക, just keep applying, you got this. നല്ലൊരു പോയിന്റ് ആണ്. സോ താങ്ക് യു ഫോർ ദിസ് ടൈം. ഈ ഒരു ഇന്റർവ്യൂവിന് ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇൻസ്പയർ ആയിട്ട് ഇതേപോലത്തെ ട്രെയിനിങ് പ്രോഗ്രാംസും ഇംഗ്ലീഷ്, കാരണം ഇത് എന്താ വെച്ചാൽ MBA ഒന്നാമത്, BCom കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര റയർ ആണ്. അപ്പൊ ആരെടുത്ത് ചോദിച്ചാലും എഞ്ചിനീയറിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ വേറെ സയൻസ് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ MBA പഠിക്കാൻ വരുന്നു BCom കഴിഞ്ഞിട്ട്, അതും ഈ ഒരു സമയത്ത് ജർമ്മൻ ഒരുപാട് നോളേജ് ഇല്ല എന്ന് പറയണു. സോ എല്ലാം കൂടിയും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട, ഇറ്റ്സ് നോട്ട് ഈസി. 5 മാസത്തില് പറഞ്ഞ പോലെ 5 മാസത്തില് ഐ എം ഷുവർ ഒരു 600-700 ആപ്ലിക്കേഷന് മുകളിൽ പോയിട്ടുണ്ടാവും. അപ്പോ അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനം അല്ല. അങ്ങനെ ഇന്റർവ്യൂ വന്നാലും അതിൽ ഇരുന്ന് അത് പാസ്സാവണം, നമ്മൾ പറയുന്ന ആൻസർക്ക് അവർക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല ചിലപ്പോ ഇത് നന്നായി ചെയ്തു ഇന്റർവ്യൂ, അതായിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. ഇതിൽ കുറെ സാധനങ്ങൾ ഉണ്ട് ആക്ച്വലി. അപ്പോ കറക്റ്റ് ഫ്രെയിം ചെയ്യണമെങ്കിൽ ആ സമയം വരുമ്പോ കിട്ടും. അതാണ് എനിക്കും പറയാനുള്ളത് ആക്ച്വലി. ബട്ട് ഈ ഒരു വീഡിയോ നല്ലൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഓഡിയൻസിന് എല്ലാവർക്കും. ഹോപ്പ് ഇനിയും ഉണ്ട്. കാരണം ആരെടുത്ത് ചോദിച്ചാലും മാർക്കറ്റ് ശരിയില്ല, അത് ശരിയില്ല, അത് ശരിയില്ല എന്നാ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജോലി കിട്ടിയ ആൾക്കാരുടെ ഇങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ അതാണ് ട്വിങ്കിളിന്റെ അടുത്ത് ചോദിച്ചില്ലേ, അതാണ് ആക്ച്വലി പർപ്പസ് ഓഫ് ദിസ് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ലിസ്റ്റിന്റെ. ഇത്രയും പേർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ലിങ്ക്ഡിൻ തുറന്നാൽ തന്നെ ജർമ്മനി അതാണ് ഇതാണ് ഓട്ടോമോട്ടീവ് ഇതാണെന്ന് പറയുമ്പോൾ കൂടി നമുക്ക് ഇടയിൽ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടണമെന്ന് പറയുമ്പോൾ അതൊരു ഹോപ്പ് തന്നെയാണ് എല്ലാവർക്കും. അപ്പൊ അതിലുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മൾ. സോ അത് ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് പേരുടെ സ്പിരിറ്റ് ഒന്ന് ബൂസ്റ്റ് ആവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു. I hope I could answer all of your questions. And all the best to everybody out there. ഉറപ്പായിട്ടും ജോലിയൊക്കെ കിട്ടും, നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. Until then, this is Bicep Money signing off. Bye. Bye bye.